വിശദമായ വാർത്തകളിലേക്ക്. ഗസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഇസ്രായേലിലും ഈജിപ്തിലും തിരക്കിട്ട ചർച്ചകൾ തുടരവെ ഇന്ന് 13 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അമേരിക്കൻ സൈന്യം ഗസയിൽ കാലുകുത്തില്ല എന്ന് ഇസ്രായേലിലെത്തിയ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിന് കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാണ്. MCA നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ചർച്ചകൾ നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ആദ്യം അറിയേണ്ടത് നിലവിലെ അവിടുത്തെ സാഹചര്യം തന്നെയാണ്. ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ കടന്നപ്പോൾ ലോകം വളരെ പ്രത്യാശയോടെ നോക്കിക്കണ്ടതാണ് വീണ്ടും സമാധാനം പുലരുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴും അവിടെ ആക്രമണം തുടരുകയാണല്ലേ? അവിടെ തീർച്ചയായിട്ടും ഈ മാസം 10-ാം തീയതിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇന്നിപ്പോൾ 21 തികയുകയാണ്. അതായത് 11 ദിവസം പിന്നിടുന്നൊരു ഘട്ടത്തിൽ ഏതാണ്ട് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 110 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മാത്രം 13 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ആക്രമണമൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അമേരിക്ക നടത്തുന്നില്ല. നേരെ മറിച്ച് അമേരിക്കൻ സൈന്യം ഒരു ഘട്ടത്തിൽ പോലും ഗസയിലേക്ക് വരില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള JD വാൻസ് എന്ന് ഇസ്രായേലിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാർ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചിരിക്കുന്നത്. ഇനിയും അത് അടുത്ത ഘട്ടങ്ങളിലേക്ക് ഇത് നീങ്ങുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജറദ് കുഷ്നർ, അദ്ദേഹം ട്രംപിൻ്റെ മരുമകനാണ്, ട്രംപിൻ്റെ ഉപദേശകനാണ്. ജറദ് കുഷ്നർ പറഞ്ഞിരിക്കുന്നത് ഈ പുനർനിർമ്മാണത്തിനുള്ള തുക ഹമാസ് നിയന്ത്രിത മേഖലയിലേക്ക് തൽക്കാലം പോവുകയില്ല. ആ തുക ഒരിക്കലും ഹമാസിന് ദുർവിനിയോഗം ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു പ്രതികരണം അദ്ദേഹവും നടത്തിയിട്ടുണ്ട്. തിരക്കിട്ട ചർച്ചകൾ കൈറോയിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിലും തുടരുന്നുണ്ട്. പക്ഷേ തികച്ചും ഇസ്രായേലിൻ്റെ ഒരു താല്പര്യങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ചർച്ചകളും നടപടികളുമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നോക്കുക അമൃത, ഈ 11 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഗസയിലേക്ക് ഇപ്പോൾ ആകെ അനുവദിച്ചിരിക്കുന്ന ട്രക്കുകളുടെ എണ്ണം 900 ട്രക്കുകൾ മാത്രമാണ് ഈ 11 ദിവസത്തിനുള്ളിൽ ഗസയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കരാർ പ്രകാരം ദിനംപ്രതി 600 ട്രക്കുകൾ ഗസയിലേക്ക് കയറ്റിവിടണം എന്നായിരുന്നു കരാറിൽ വ്യക്തമാക്കിയത്. പക്ഷേ ആ 600 ട്രക്കുകൾക്ക് പകരം ഈ 11 ദിവസം കൂടി 900 ട്രക്കുകൾ മാത്രമാണ് എത്തിച്ചിരിക്കുന്നത്. അന്തർദേശീയ സമ്മർദ്ദം ശക്തമായി തുടരുന്നുണ്ട് എങ്കിൽ പോലും റഫ ഉൾപ്പെടെയുള്ള അതിർത്തികൾ തുറക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ അതിർത്തികൾ തുറക്കാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യർ നേരിടുന്ന പട്ടിണി, പരിവട്ടങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, ഇതൊക്കെയും അതിശക്തമായി തന്നെ തുടരുകയാണ്. അതായത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ വെടിനിർത്തലിൻ്റെ 11 ദിവസവും ഈ മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. അവർക്കുള്ള കുടിവെള്ളം, ഭക്ഷണം, മരുന്ന്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് പറയാൻ പോലും ഏറ്റവും വലിയ ഒരു മധ്യസ്ഥ രാജ്യമെന്ന് പറയുന്ന അമേരിക്ക ഇനിയും തയ്യാറായിട്ടില്ല. മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ അതിനു വേണ്ടി ഇസ്രായേലിന് മേലും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് മേലും സമ്മർദ്ദം തുടരുന്നുണ്ട് എങ്കിൽ പോലും പ്രയോഗതലത്തിൽ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ലക്ഷക്കണക്കിന് വരുന്ന പലസ്തീൻ സമൂഹം ഇപ്പോൾ പോലും മുന്നോട്ട് നീങ്ങുന്നത്. ഒരു സമാധാനം അത്യാവശ്യമാണ്. ഇതിപ്പോൾ US വൈസ് പ്രസിഡന്റ് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ ഏത് രീതിയിലാണ് നാസർ പുരോഗമിക്കുന്നത്? ഈജിപ്തിലും ഇസ്രായേലിലും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? എവിടെ എത്തി നിൽക്കുന്നു ഈ ചർച്ചകൾ? അമൃതയിൽ ഇപ്പോൾ JD വാൻസ് ആണ് ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നു. നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പരിഹരിക്കുക എളുപ്പമില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആവശ്യം എന്നത് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കൈമാറണമെന്നാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല, കുറെ കൂടി സങ്കീർണമായിട്ടുള്ളൊരു ഘട്ടമാണ്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി മാത്രമേ ഈ ബന്ദികളുടെ മൃതദേഹം ലഭ്യമാക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേൽ നേതൃത്വത്തോട് ഇന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രി ഈ 2 മൃതദേഹങ്ങൾ കൂടി കൈമാറാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേൽ സൈനിക നേതൃത്വം പൂർണ്ണമായിട്ടും ആ പ്രദേശം ഇടിച്ച് നിരപ്പാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നിന്ന് നേരത്തെ
പിന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന ആ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള ജോലിയാണ്. എങ്കിൽ പോലും തങ്ങളുടെ ദൗത്യം അല്ലെങ്കിൽ തങ്ങൾ ഉറപ്പ് നൽകിയിരിക്കുന്ന കരാർ പാലിക്കാൻ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇനി 13 മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറേണ്ടത്. അത് വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾ കൈമാറുമെന്നും കൂടി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. 20 ബന്ദികളെയും കൈമാറിക്കഴിഞ്ഞു. ഈ 28 മൃതദേഹങ്ങളും ഒട്ടും സമയം വൈകാതെ തന്നെ തങ്ങൾ എത്രയും പെട്ടെന്ന് അവ കൈമാറുമെന്ന് ഹമാസ് പറയുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഹമാസിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ 2 സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഗസയിൽ. അത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കൊണ്ടല്ല, അവരുടെ തന്നെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുകൊണ്ട്, അതായത് ഇസ്രായേൽ സൈനിക സാന്നിധ്യമുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഈ പൊട്ടിത്തെറി മൂലമാണ് ഈ 2 സൈനികർക്ക് പരിക്കേറ്റത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ പോലും ഹമാസിന്റെ ആക്രമണമായിട്ട് ചിത്രീകരിക്കുക, എന്നിട്ട് ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും കൈക്കൊള്ളുന്നത്. അതാണ് നിലവിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കെയ്റോയിൽ ഹമാസിന് മുമ്പാകെ നിരവധി നിർദ്ദേശങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമെന്നത് ഒരു ബദൽ മന്ത്രിസഭ രൂപപ്പെടുകയാണെങ്കിൽ അതിലേക്കുള്ള നോമിനികൾ ആരൊക്കെ ആയിരിക്കണം, അതിലെ അംഗങ്ങൾ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച 40 ടെക്നോക്രാറ്റുകളുടെ പട്ടിക മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിന് കൈമാറിയിട്ടുണ്ട്. ഹമാസ് അതിൽ 15 പേരെ തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുകൂടി അത് സ്വീകാര്യമാണ് എങ്കിൽ ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു ഭരണ സംവിധാനം വരും. അതിൻ്റെ കീഴിലായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു അന്തർദേശീയ സുരക്ഷാ സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ വിദേശ സൈന്യത്തെ ഒരു നിലക്കും ഗസയിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപിത നിലപാടിൽ തന്നെ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിനെ നിരായുധീകരിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു ശക്തമായിട്ടുള്ള സൈനിക സാന്നിധ്യം അവിടെ വേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രയാസങ്ങൾ, പ്രായോഗികമായിട്ടുള്ള സങ്കീർണതകളാണ് ഇപ്പോൾ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും നേരിടുന്നത്. പക്ഷേ ഇതിനൊക്കെയുള്ള പാപഭാരം എന്നത് ഹമാസിലേക്ക് മാത്രം ഈ പ്രശ്നത്തെ കൊണ്ടുവരിക എന്ന ഒരു ട്രംപിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ നേതൃത്വത്തിൻ്റെയും ശ്രമങ്ങളാണ് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി, മധ്യസ്ഥ നീക്കങ്ങൾക്ക് പോലും ഒരു തിരിച്ചടിയായി. മധ്യസ്ഥ നീക്കങ്ങൾ ഏത് രീതിയിൽ അത് ഫലപ്രദമാകുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. മറ്റൊരു കാര്യം റഫേലെ വിഷയം തന്നെയാണ്. നേരത്തെ നാസർ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ വെടിനിർത്തൽ തീരുമാനത്തിന് പിന്നെ ലക്ഷങ്ങളാണ് ഗസയിലേക്ക് തിരികെ എത്തിയത്. പിറന്ന നാട്ടിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി മടങ്ങിയെത്തിയ ആളുകളാണ്. അവർക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട്, അവർക്ക് നൽകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിലും നമുക്കറിയാം അത് ഫലപ്രദമായിട്ടില്ല എന്നുള്ള കാര്യം. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നാസർ? ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും കുലുക്കം ഇസ്രായേലിനുണ്ടോ? അപ്പോൾ ഇതിൽ UN നേതൃത്വത്തിൻ്റെ UN ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പട്ടിണിയുടെ അതേ സാഹചര്യം തന്നെയാണ് ഗസയിൽ ഉടനീളം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വടക്കൻ ഗസയിലേക്ക് തിരിച്ചെത്തിയ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാൻ തങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ സങ്കടവും അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയ വേദനയുമാണ് മിക്ക ഏജൻസികളുടെ നേതൃത്വത്തിലുള്ളവരും പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. കാരണം ഈ കരാറിൽ പറഞ്ഞത് പ്രകാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം, നിത്യം 600 ട്രക്കുകൾക്ക് പകരം ഇത്രയും ദിവസങ്ങളായിട്ട് പോലും വളരെ പരിമിതമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ട്രക്കുകൾ മാത്രമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണം, മരുന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ, കാരണം ആശുപത്രികൾ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരു സാഹചര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രധാനമായിട്ട് കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ടും നിലയ്ക്കപ്പെട്ട ഒരു സാഹചര്യം ഗസ സിറ്റിയിലും വടക്കൻ ഗസയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. പുറമെ നിന്നുള്ള വിദഗ്ധ സംഘങ്ങൾ, തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള സംഘങ്ങളൊക്കെയും ഗസയിലേക്ക് വരാനും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനും സന്നദ്ധത അറിയിച്ചതാണ്. പക്ഷെ അത്തരം സംഘങ്ങൾക്കൊക്കെയും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇസ്രായേൽ എന്തു തീരുമാനിക്കുന്നു അത് മാത്രം നടക്കുക, കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ, അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള നീക്കവും മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രധാനമായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹമാസിലേക്ക് മാത്രം ഈ പ്രശ്നങ്ങൾ ചുരുക്കി കെട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഈ ഫലസ്തീൻ ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകണമെന്നാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.
ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിനിരയായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്നതിനായി ഗസയിലെ 4 ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ച് സൗദി. ഗസയുടെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂനിസിലെ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനമാണ് പുനരാരംഭിച്ചത്. 3 ലക്ഷം പേരാണ് ഖാൻ യൂനിസിലെ 4 ജലവിതരണ കേന്ദ്രങ്ങളുടെ ഗുണഭോക്താക്കൾ. ഗസയിൽ 2 വർഷമായി ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയെന്ന് ഖത്തർ അമീർ. ഫലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാത്തത് ദൗർഭാഗ്യകരമാണെന്നും അമീർ പറഞ്ഞു. ഖത്തറിലെ ഷൂറ കൌൺസിലിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടക്കം തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടൊന്നും യാതൊരുവിധ ഫലവും ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഖത്തർ അമീറിന്റെ പ്രസ്താവന എവിടെയായിരുന്നു? എന്താണ് അദ്ദേഹം പറയുന്നത്? വിവരങ്ങൾ. ഖത്തറിന്റെ ലെജിസ്ലേറ്റീവ് അതോറിറ്റിയായ ഖത്തർ ഷൂറ കൗൺസിലിന്റെ യോഗത്തിലാണ്, അതിന്റെ ഉദ്ഘാടന സെഷനിലാണ് ഇസ്രായേലിനെതിരെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ആഞ്ഞടിക്കുന്ന പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ നടത്തിയത്. അദ്ദേഹം രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഗസയെ കുറിച്ചിട്ടാണ്, മറ്റൊന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക അതുപോലെ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. ഇവിടെ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ സർവ്വതല സ്പർശിയായ ആഗോളതലത്തിലുള്ള വിഷയങ്ങളും ഗസ അടക്കമുള്ള വിഷയങ്ങളും അതുപോലെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു സർവ്വതല സ്പർശിയായ പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് ഷൂറ കൗൺസിലിൻ്റെ ഉദ്ഘാടന സെഷനിൽ അദ്ദേഹം സംസാരിച്ചത്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഗസയിൽ നടത്തുന്നത്, ഇസ്രായേൽ 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വംശഹത്യ തന്നെയാണ്. അതുതന്നെയാണ് അതിനെ പേരിട്ട് വിളിക്കേണ്ടത്. ഈ തുടർച്ചയായ നിയമലംഘനങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്, അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ഫലസ്തീനികളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ് എന്നുകൂടി ഖത്തർ അമീർ പറയുന്നുണ്ട്. ഇതോടുകൂടെ തന്നെ ഗസയെ വാസയോഗ്യമല്ലാതാക്കി മാറ്റി ഇസ്രായേൽ എന്ന് പറയുന്ന അദ്ദേഹം ഭീകരവാദം മാത്രമല്ല ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അത് അധിനിവേശം കൂടിയാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രതീക്ഷ നിറഞ്ഞൊരു വാക്കുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. UN ഏകദേശം 150ഓളം രാഷ്ട്രങ്ങൾ ഖത്തറിൻ്റെ സ്വതന്ത്ര ഫലസ്തീൻ്റെ അംഗീകാരത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയുണ്ടായി. അത് നിർണായകമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള നിർണായകമായ ചുവടുവെപ്പായി അത് മാറുമെന്ന് ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ മധ്യസ്ഥത നിന്നു എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ തൻ്റെ രാജ്യം ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ വ്യഥയും സങ്കടവും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ആ വെല്ലുവിളിയെല്ലാം ഖത്തർ അതിജീവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജ്യം നേടിയ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയും അതുപോലെ മനുഷ്യ വിഭവശേഷി മേഖലയിലും ഖത്തർ നേടിയിട്ടുള്ള മുന്നേറ്റങ്ങളെ, വളർച്ചയെ അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി. അഥവാ 2024 ഖത്തറിൻ്റെ GDP മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 2.4% വളർച്ച കൈവരിച്ചു എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതുമാത്രമല്ല, ഈ വർഷം 2ാം പാദത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച 1.9% വളർച്ച കൈവരിച്ചു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എണ്ണ ഇതര മേഖലയിൽ രാജ്യത്തിൻ്റെ കുതിപ്പുണ്ടായി. മനുഷ്യ വിഭവശേഷിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നിങ്ങനെ പറയുന്ന പ്രസംഗം അവസാനിപ്പിക്കുന്നത്, നമ്മൾ അനുഗ്രഹങ്ങൾ നിറഞ്ഞവരാണ് ഈ രാജ്യം, അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖത്തർ അമീറിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഏതായാലും ഈ വൈദേശികമായി അതുപോലെ ആഭ്യന്തര തലത്തിൽ, ആരോഗ്യ മേഖലയിൽ, മനുഷ്യ വിഭവശേഷിയിൽ ഇങ്ങനെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ, അതോടൊപ്പം ശുഭപ്രതീക്ഷ നിറഞ്ഞ വർത്തമാനങ്ങൾ, ഇതെല്ലാം പങ്കുവച്ചുകൊണ്ടുള്ള വളരെ സർവ്വതല സ്പർശിയായ ഒരു പ്രസംഗമാണ് ഇന്നത്തെ ഷൂറ കൗൺസിലിന്റെ ഉദ്ഘാടന വേളയിൽ ഖത്തർ അമീർ നടത്തിയത്. അമൃത. ശരി, മുഹമ്മദ് അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. അക്കൗണ്ടിംഗ് മേഖലയിലെ സൗദിവൽക്കരണത്തിന് തുടക്കമായതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. 5ലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ 40% സൗദിവൽക്കരണം. 5 ഘട്ടമായി 2028-നകം 70% അക്കൗണ്ടിംഗ് ജോലികളും സൗദികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് തത്സമയം. അഫ്താബ്, ഇതിപ്പോൾ ഏത് രീതിയിൽ ഈ സൗദിവൽക്കരണം നടപ്പിലാക്കാനാണ് സൗദി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? എത്ര ഘട്ടമായാണ് നടക്കുക? കൂടുതൽ സൗദികൾ ജോലി ആഗ്രഹിക്കുന്ന മേഖലയിലേക്കുള്ള സൗദിവൽക്കരണമാണ് ഇപ്പോഴും സൗദി അറേബ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് അക്കൗണ്ടിംഗ് മേഖലയിലുള്ള സൗദിവൽക്കരണം.
ഇത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇത് ഇന്നലെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. 5 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ സൗദിവൽക്കരണത്തിൻ്റെ തോത് നടപ്പിലാക്കുക. ആദ്യ ഘട്ടം, ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് 40% സൗദിവൽക്കരണമാണ്. എന്ന് വെച്ചാൽ 5-ലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ 40% സൗദിവൽക്കരണം ബാധകമായിരിക്കുക. എന്ന് വെച്ചാൽ 5-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനമാണെങ്കിൽ അവിടെയുള്ള അക്കൗണ്ടിംഗ് മേഖലയിൽ 40% ജീവനക്കാർ ഈ സൗദികളായിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിലാവുക 50%. എന്ന് വെച്ചാൽ അത് അടുത്ത വർഷം ഇതേ കാലയളവിൽ ഒക്ടോബറിലായിരിക്കും 50% സൗദിവൽക്കരണം നടപ്പാക്കുക. മൂന്നാമത്തെ ഘട്ടം നടപ്പാവുക 2027 ഒക്ടോബറിലാണ്. അന്ന് 60% സൗദിവൽക്കരണമായിരിക്കും പ്രാബല്യത്തിൽ വരിക. നാലാമത്തെ ഘട്ടം പ്രാബല്യത്തിലാവുക 2028 ഒക്ടോബർ മുതലാണ്. അന്ന് മുതൽ 70% സൗദിവൽക്കരണമായിരിക്കും പ്രാബല്യത്തിൽ വരിക. എന്ന് വെച്ചാൽ 2028 കൂടി തന്നെ ആ സ്ഥാപനത്തിലെ 70% അക്കൗണ്ടിംഗ് മേഖലയിലും സൗദിവൽക്കരണം, ഒരു ഉദാഹരണത്തിൽ 10 അക്കൗണ്ടിംഗ് ജീവനക്കാരുണ്ടെങ്കിൽ അതിൽ 7 ജീവനക്കാരും സൗദികളായിരിക്കണം എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ സൗദികൾ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിലേക്കാണ് ഇപ്പോൾ സൗദിവൽക്കരണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രൂപത്തിലായിരിക്കും സൗദിവൽക്കരണം പൂർത്തിയാവുക. അതോടൊപ്പം 5ാമത്തെ ഘട്ടത്തിൽ അന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ പുതുതായിട്ട് രൂപീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം മുതൽ തന്നെ, രൂപീകരിക്കുന്ന ദിവസം മുതൽ തന്നെ സൗദിവൽക്കരണം ഈ തരം പറയപ്പെടുന്ന രൂപത്തിൽ പ്രാബല്യത്തിലായിരിക്കും. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് മേഖലയിലുള്ള സൗദിവൽക്കരണം. വരുന്ന 2028-നകം 70%-ഓളം അക്കൗണ്ടിംഗ് മേഖലയിലെ ജോലികളും സൗദികൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇതിന്റെ. വരുന്ന 2028-നകം 5 ഘട്ടങ്ങളായി ഇത് നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം. വിവരങ്ങളാണ് ആഫ്താബ് റഹ്മാൻ പങ്കുവച്ചത്. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോഗാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്തിലെത്തി. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് അൽ ജാബർ അസബ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ വിമാനത്താവളത്തിലെത്തി എർദോഗാനെ സ്വീകരിച്ചു. ബയാൻ കൊട്ടാരത്തിൽ കുവൈറ്റ് അമീറുമായി ഉർദുഗാൻ കൂടിക്കാഴ്ച നടത്തി. ഫലസ്തീൻ, സിറിയ എന്നിവിടങ്ങളിലെ സംഭവവികാസങ്ങൾ, സംയുക്ത സഹകരണം വർദ്ധിപ്പിക്കൽ, മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. പ്രതിരോധം, ടൂറിസം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരവധി സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ബയാൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ തുർക്കി പ്രസിഡന്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബർ അസബാഹിന് ടോഗ് ഇലക്ട്രിക് കാർ സമ്മാനിച്ചു. സമ്മാനത്തിന് നന്ദി അറിയിച്ച അമീർ തുർക്കി ജനതയ്ക്ക് ഹൃദയംഗമമായ ആശംസകളും നേർന്നു. കഴിഞ്ഞ വർഷം കുവൈത്ത് അമീർ തുർക്കി സന്ദർശിച്ചിരുന്നു. ഉർദുഗാന്റെ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷ. 400 കുവൈത്ത് കമ്പനികൾ തുർക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 50ഓളം തുർക്കി കമ്പനികൾ കുവൈത്തിലെ വിവിധ മേഖലകളിലും സജീവമാണ്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളിൽ തുർക്കി കമ്പനികൾ പങ്കാളികളാണ്. മീഡിയ 1 കുവൈറ്റ്. ദ്വിദിന സന്ദർശനത്തിനായി തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോഗാൻ നാളെ ഒമാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹകരണവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സന്ദർശനം വഴിവെക്കും. പ്രാദേശിക, അന്തർദേശീയ സംഭവവികാസങ്ങളിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖും ഉർദുഗാനും കൂടിയാലോചനകൾ നടത്തും. കഴിഞ്ഞ വർഷം നവംബറിൽ സുൽത്താൻ തുർക്കി സന്ദർശിക്കുകയും $500 മില്യൺ സംയുക്ത നിക്ഷേപത്തിനും നിരവധി കരാറുകൾക്കും ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ പൊതുജനങ്ങൾക്ക് നിരീക്ഷിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും സൗകര്യം ഏർപ്പെടുത്തി UAE മീഡിയ കൗൺസിൽ. ആമൻ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് തെറ്റായ ഉള്ളടക്കങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുക. മാധ്യമങ്ങളിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ, സുരക്ഷിതമല്ലാത്ത കണ്ടന്റുകൾ, അനുചിതമായ പരസ്യങ്ങൾ എന്നിവയാണ് ആമൻ ആപ്ലിക്കേഷൻ വഴി പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുക. ഉത്തരവാദിത്തമുള്ള മാധ്യമ മേഖലയെ സൃഷ്ടിക്കാനാണ് ഈ ഉദ്യമമെന്ന് UAE മീഡിയ കൗൺസിൽ പറഞ്ഞു. ആമൻ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ പൊതുജനങ്ങൾക്ക് മാധ്യമ ഉള്ളടക്കത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാം. UAE പാസ് വഴി ആമൻ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാം. പരാതിക്കിടയാക്കിയ ഉള്ളടക്കത്തിന്റെ ലിങ്ക്, ചിത്രങ്ങൾ, വോയിസ് നോട്ട് എന്നിവയെല്ലാം ആമൻ ആപ്ലിക്കേഷനിലൂടെ അധികൃതർക്ക് പങ്കുവെക്കാനാകും. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ പരസ്യ നിയമങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുന്നു. പരിഷ്കരിച്ച കരട് അംഗീകാരത്തിനായി കുവൈത്ത് മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കൌൺസിലിന് സമർപ്പിച്ചു. പുതിയ ഭേദഗതികളിൽ പിഴ നിരക്കുകൾ, സാങ്കേതിക നിർവചനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിൽ പ്രധാന മാറ്റങ്ങളുണ്ട്. ലൈസൻസ് ഇല്ലാതെ പരസ്യം നടത്തുകയോ ലൈസൻസ് പുതുക്കാതിരിക്കുകയോ ചെയ്താൽ 100 മുതൽ 5000 ദിനാർ വരെ പിഴ ഈടാക്കും. ബിൽ ബോർഡുകളുടെ രൂപകൽപ്പനയ്ക്കും കർശന നിയന്ത്രണങ്ങൾ വരും. അതിരുകടന്ന തിളക്കമുള്ളതോ അരോചകമായതോ ആയ ബോർഡുകൾ നിരോധിക്കും.
നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുകയോ ജോലിക്കെടുക്കുകയോ ചെയ്യരുതെന്ന് ഓർമ്മിപ്പിച്ച റോയൽ ഒമാൻ പോലീസ്. നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ആർഒപി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒക്ടോബറിൽ മാത്രം സൌത്ത് ബാത്തനയിലും മുസന്തം ഗവർണറേറ്റുകളിലുമായി 116 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർ സുരക്ഷാ പരിശോധനകൾ, ബയോമെട്രിക് രജിസ്ട്രേഷൻ, മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങൾ എന്നിവ മറികടക്കുകയും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നുവെന്നാണ് ആർഒപി പറയുന്നത്. ബോധവൽക്കരണ ക്യാമ്പയിന് ആർഒപി തുടക്കമിട്ടിട്ടുണ്ട്. മുൻകാല ക്രിമിനൽ പ്രവർത്തനങ്ങൾ അറിയാനാവാത്തതും വിരലടയാളങ്ങളോ തിരിച്ചറിയാൻ മറ്റു രേഖകളോ ഒന്നുമില്ലാത്ത ഒരു അജ്ഞാത വ്യക്തി രാജ്യത്ത് ചുറ്റിത്തിരിക എന്നത് വലിയ അപകടമാണെന്നും ആർഒപി പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്ത് നുഴഞ്ഞു കയറിയവർക്ക് ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടിയവരാകാമെന്നും ആർഒപി മുന്നറിയിപ്പിൽ പറയുന്നു. ഇത്തരക്കാർക്ക് അഭയം നൽകുകയോ ജോലിക്കെടുക്കുകയോ ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷ ലഭിക്കും. നുഴഞ്ഞുകയറ്റക്കാരെ 9999 എന്ന അടിയന്തര നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാനും ആർഒപി പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിൽ 5 ദിവസത്തിനുള്ളിൽ സൗത്ത് ബാത്തിനയിലെയും മുസന്തം ഗവർണറേറ്റിലെയും 116 നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ആർഒപി സ്ഥിരീകരിച്ചു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിലെ പ്രാദേശിക തൊഴിൽ വിപണിയിൽ പ്രവാസികളുടെ എണ്ണത്തിൽ വൻ വർധന. രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളിൽ ഏറ്റവും വലിയ തൊഴിലാളി സമൂഹമായി ഇന്ത്യക്കാർ. ഈ വർഷം ആദ്യപാദത്തിൽ 15,000-ലധികം തൊഴിലാളികളാണ് കുവൈത്ത് ലേബർ മാർക്കറ്റിലേക്ക് എത്തിയത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ 5.78 ലക്ഷം ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. ഗാർഹിക തൊഴിലാളികൾ ഒഴികെ കുവൈത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം 22 ലക്ഷത്തിലധികമാണ്. ഇതിൽ 17.8 ലക്ഷം പ്രവാസികളും 4.48 ലക്ഷം സ്വദേശി പൗരന്മാരുമാണ് ഉള്ളത്. 4.69 ലക്ഷം തൊഴിലാളികളുമായി ഈജിപ്തുകാർ രണ്ടാമതും 4.48 ലക്ഷം തൊഴിലാളികളുമായി കുവൈത്ത് പൗരന്മാർ മൂന്നാമതുമാണ്. സ്വദേശി പൗരന്മാരിൽ 73%-ലധികം പേർ സർക്കാർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു കുവൈത്തി പൗരന്റെ ശരാശരി പ്രതിമാസ ശമ്പളം 1571 ദിനാറാണ്. സർക്കാർ മേഖലയിലുള്ളവർക്ക് ശരാശരി 1605 ദിനാറും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 1401 ദിനാറുമാണ് ലഭിക്കുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കായിക മേഖലയിലെ സേവനങ്ങളുടെയും ലൈസൻസുകളുടെയും ഫീ കുറച്ച ഖത്തർ സ്പോർട്സ് മന്ത്രാലയം. രാജ്യത്തെ കായിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് തീരുമാനം. 1000 റിയാൽ മുതൽ താഴോട്ടാണ് നിരക്കുകൾ. സ്പോർട്സ് ക്ലബ്ബുകൾ, യുവജന കായിക പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെയും ലൈസൻസുകളുടെയും തുകയാണ് സ്പോർട്സ് മന്ത്രാലയം പരിഷ്കരിച്ചത്. വകുപ്പ് മന്ത്രി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ബിൻ അഹമ്മദ് അൽത്താനി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതിയ ഫീസ് നിരക്കുകൾ മന്ത്രാലയത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം സ്പോർട്സ് ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ, കായിക മത്സരങ്ങളുടെ സംഘാടനം, ഇവയ്ക്കായുള്ള ലൈസൻസ്, യുവജന വിഭാഗങ്ങൾക്കായുള്ള പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിനുള്ള ഫീസുകൾ കുറഞ്ഞു. ന്യായമായ ഫീസ് ഈടാക്കി സേവനങ്ങൾ വികസിപ്പിക്കാനും അതുവഴി കായിക മേഖലയിൽ സുസ്ഥിരത ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മികച്ച കായിക സമൂഹം കെട്ടിപ്പടുക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാനും ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ദോഹ. കുവൈത്തിലെ ഏകീകൃത നിർബന്ധിത വാഹന ഇൻഷുറൻസ് സംവിധാനം റദ്ദാക്കി. നിർബന്ധിത വാഹന ഇൻഷുറൻസ് ഏകീകരിക്കുന്നതിനായി 2023 കൊണ്ടുവന്ന പ്രമേയം റദ്ദാക്കാനുള്ള തീരുമാനം സുപ്രീം കമ്മിറ്റി ഫോർ ഇൻഷുറൻസ് റെഗുലേഷൻ ചെയർമാൻ മുഹമ്മദ് അൽ-ഒതൈബി പ്രഖ്യാപിച്ചു. 2025 പുറപ്പെടുവിച്ച കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതോടെ ട്രാഫിക് അപകടങ്ങളുമായി ബന്ധപ്പെട്ട സിവിൽ ബാധ്യത ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നത് നിയന്ത്രിക്കുന്ന 2020 പ്രമേയം നമ്പർ 9 പ്രാബല്യത്തിൽ തുടരും. അജ്മാനിലെ ടാക്സികളിൽ റോഡിലെ വേഗപരിധിക്കനുസരിച്ച് വേഗത നിയന്ത്രിക്കുന്ന സ്മാർട്ട് വേഗപ്പൂട്ടുകൾ സ്ഥാപിക്കുന്നു. UAE-യിൽ ആദ്യമായി അജ്മാനിലാണ് ഈ സംവിധാനം ടാക്സികളിൽ സ്ഥാപിക്കുന്നത്. ടാക്സികളും ലിമോസിൻ വാഹനങ്ങളും സ്മാർട്ട് വേഗപ്പൂട്ടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കും. ഓരോ പ്രദേശത്തും അനുവദിച്ച വേഗതയിൽ മാത്രമേ വാഹനത്തിന് സഞ്ചരിക്കാനാകൂ. പൊതുവാഹനങ്ങളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. ഹൌസ് ഡ്രൈവർമാരടക്കമുള്ളവരെ ഉള്ള ഗാർഹിക തൊഴിലാളികളിൽ നിന്ന് ജോലി സംബന്ധമായ ഫീസുകൾ ഈടാക്കുന്നത് വിലക്കി സൗദി അറേബ്യ. നിയമം ലംഘിക്കുന്ന തൊഴിലുടമയ്ക്ക് 20,000 റിയാൽ വരെ പിഴ ലഭിക്കും. ആഴ്ചയിൽ 1 ദിവസം അവധി അനുവദിക്കാനും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട്. മലയാളികളടക്കം നിരവധി പ്രവാസികളാണ് ഹൌസ് ഡ്രൈവർ അടക്കമുള്ള ഗാർഹിക ജോലികളിൽ. ഇത്തരക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ് പുതിയ നിയമം. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. തൊഴിലുടമകൾക്ക് ഗാർഹിക തൊഴിലാളികളിൽ നിന്ന് ഫീസുകൾ ഈടാക്കാൻ അനുവദിക്കില്ല.
റിക്രൂട്ട്മെന്റ് ഫീസ്, ജോലി അനുമതിയുടെ ഫീസ്, സേവനം മാറുന്നതിന്റെ ഫീസ്, ജോലി വിഭാഗം മാറുന്നതിന്റെ ഫീസ് തുടങ്ങിയവ തൊഴിലാളിയിൽ നിന്ന് ഈടാക്കുന്നതിനാണ് വിലക്ക്. നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് 20,000 റിയാൽ വരെ പിഴയും 3 വർഷത്തേക്ക് വീട്ടുജോലി തൊഴിലാളികളെ നിയമിക്കുന്നതിന് വിലക്കും നേരിടേണ്ടി വരും. ആഴ്ചയിൽ 1 ദിവസം അവധി അനുവദിക്കാനും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ മുബാറക്കിയ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. അതോറിറ്റിയുടെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ റബാബ് അൽ ഒസൈമിയുടെ നേതൃത്വത്തിലുള്ള സംഘം സൂഖിൽ സമഗ്ര പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം സംരക്ഷിക്കാനും തൊഴിലാളികളും തൊഴിലുടമകളും തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുമാണ് പരിശോധന. തിരികെ സ്വാഗതം BDS ടവറിലേക്ക്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് വലിയ രീതിയിൽ അത് വിപണിയിലും പ്രതിഫലിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധിയിലും ഖത്തറിന്റെ GDP കരുത്ത് കാട്ടുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 2024 2.4% വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായി തന്നെ പരിശോധിക്കാം. ജീന മട്ടന്നൂർ ചേരുന്നുണ്ട്. ജീന, നിലവിൽ എങ്ങനെയാണ് ഖത്തറിന്റെ ഒരു GDP നിരക്ക് എന്ന് പറയുന്നത്? ഇനി എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഖത്തർ മുന്നോട്ട് വെക്കുന്നത്? അമൃത, തീർച്ചയായും അമൃത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധമടക്കമുള്ള പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഖത്തറിന് മുന്നിൽ. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിലും വലിയ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള വളർച്ചയാണ് ഇപ്പോൾ ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2024 അതിസമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് ഖത്തർ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഖത്തർ സമ്പദ് വ്യവസ്ഥയിൽ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം ഒക്കെ ഈ ഒരു കണക്ക് അങ്ങനെ തന്നെയായിരുന്നു. പ്രധാനമായും ഈ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മെച്ചം അന്ന് തന്നെ കാണിച്ചിരുന്നു. സുസ്ഥിരമായ ഒരു വികസനം ഖത്തറിൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. ഏതായാലും പ്രതിസന്ധിയിലും ഖത്തർ കരുത്തു കാട്ടിയിരിക്കുകയാണ്. 2024 GDP-യിൽ 2.4% 2024 വർധന. അതിപ്പോൾ 2025 2ാം പാദത്തിൽ തന്നെ 1.9% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എണ്ണ ഇതര മേഖലയിലും വലിയ രീതിയിലുള്ള വളർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഖത്തറിന്റെ നിലവിലെ GDP പരിശോധിക്കുകയാണെങ്കിൽ $218 ബില്യൺ GDP ആണ് നിലവിലുള്ളത്. ആളോഹരി GDP ആണെങ്കിൽ $76,275 എന്നിങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഖത്തറിന്റെ GDP. ഇനി ആഗോളതലത്തിൽ ഖത്തറിന്റെ GDP-യുടെ നിരക്കിൽ ആഗോളതലത്തിൽ 4ാം സ്ഥാനത്താണ് ഖത്തർ നിൽക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഖത്തറിലെ ജനതയുടെ ഉയർന്ന ജീവിത നിലവാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 അതിസമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായി ഇതോടെ ഖത്തർ മാറിയിട്ടുണ്ട്. ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടത് ഖത്തർ അമീറാണ്. ഇന്നത്തെ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കയറ്റുമതി കരുത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും ഈ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇവരുടെ സമ്പദ്ഘടന വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയറ്റുമതി കരുത്ത് തന്നെയാണ്. അതിൽ ദ്രവീകൃത പ്രകൃതിവാതകം LNG, അസംസ്കൃത എണ്ണ ഇവയുടെ കയറ്റുമതിയാണ് പ്രധാനമായും ഈ ഒരു സമ്പദ് വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്നാണ് ഖത്തർ അമീർ ഇന്ന് പറഞ്ഞത്. ഏതായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ 60%-ലേറെയും LNG ആയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രവചനങ്ങൾ. ഇനി ഖത്തറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള പ്രവചനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 അതിസമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഖത്തർ ഇടം പിടിക്കുന്നു. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ യുദ്ധമടക്കമുള്ള അല്ലെങ്കിൽ കോവിഡിന് ശേഷമൊക്കെ വളരെ രീതിയിലുള്ള തകർച്ച പല രാജ്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖത്തർ അതിനെല്ലാം തരണം ചെയ്ത് ആ പ്രതിസന്ധിയെല്ലാം മറികടന്നുകൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ ഒരു സുസ്ഥിരമായ നിലയിലേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ്. ഇനി അടുത്ത വർഷം വരാനിരിക്കുന്ന കണക്കുകളും പ്രവചനങ്ങളും നോക്കാം. 2026 6.1% വളർച്ച കൈവരിക്കുമെന്നാണ് IMF പറയുന്നത്. 6.5% വളർച്ച നേടുമെന്ന് ലോകബാങ്കും പ്രവചിക്കുന്നുണ്ട്. ഒപ്പം 5.5% വളർച്ചയെന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേർഡും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമൃത, ശരി, നന്ദി ജീന. ഏതായാലും ജീന മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഭൂമിയുടെ ചരിത്രം പറയുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അടുത്ത മാസം അബുദാബിയിൽ തുറക്കും. നവംബർ 22 മുതൽ സാദിയാത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലെ മ്യൂസിയത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ നാച്ചുറൽ മ്യൂസിയമാണിത്. ചിറാനോസറസ്, ദിനോസർ, നീലത്തിമിംഗലം എന്നിവയുടെ കൂറ്റൻ അസ്ഥികൂടം എന്നിവ മ്യൂസിയത്തിലെ അപൂർവ കാഴ്ചകളായിരിക്കുമെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. UK-യിലെ ആദ്യ സാങ്കേതിക സർവകലാശാല സ്ട്രാത്ത് ക്ലൈഡിന്റെ ബ്രാഞ്ച് ഇനി റിയാദിലും. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാനാണ് സർവകലാശാലയുടെ റിയാദ് ബ്രാഞ്ചിന് അംഗീകാരം നൽകിയത്.
സാങ്കേതിക വിദ്യയുടെയും ഗവേഷണങ്ങളുടെയും കേന്ദ്രമായ സ്കോട്ട്ലൻഡിലെ സർവകലാശാല അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലാണ് ശ്രദ്ധേയം. ബയോടെക്നോളജി, ആരോഗ്യ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജ്ജം എന്നിവയിലാണ് ഗവേഷണങ്ങൾ നടക്കുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിൽ അൽ നസർ FC ഗോവ മത്സരം നാളെ. ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:15 മത്സരം. മത്സരത്തിനായി അൽ നസർ താരങ്ങൾ ഗോവയിലെത്തി. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് അൽ നസർ കളിക്കാനിറങ്ങുന്നത്. ഗ്രൂപ്പ് ഡിയിൽ 6 പോയിന്റോടെ നിലവിൽ അൽ നസറാണ് ഒന്നാമതുള്ളത്. FC ഗോവയ്ക്ക് പോയിന്റൊന്നുമില്ല. മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ കുറാഷ് ഗുസ്തിയിലൂടെ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. 15 വയസ്സുകാരിയായ ഖുഷിയാണ് കുറാഷ് മത്സരത്തിൽ വെങ്കലം നേടി ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കം കുറിച്ചത്. എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടന്ന വനിതകളുടെ 70 കിലോ വിഭാഗം മത്സരത്തിലാണ് ഖുഷി മെഡൽ സ്വന്തമാക്കിയത്. ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിച്ച കേരള മുഖ്യമന്ത്രിയുടെ ആദ്യ പര്യടനം തന്നെ കനത്ത പരാജയമായതായി ബഹ്റൈനിലെ വിവിധ UDF അനുകൂല പ്രവാസി കൂട്ടായ്മകളുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി പ്രവാസി വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് ശരിയായില്ലെന്ന് OICC കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റൈൻ സന്ദർശനം ബഹിഷ്കരിച്ച KMCC ബഹ്റൈൻ തീരുമാനം 100% ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് KMCCയും വ്യക്തമാക്കി. മലയാളികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയ പുരാതന മാർക്കറ്റുകളിലൊന്നാണ് കിഴക്കൻ സൗദിയിലെ ദമാം സൂക്കും സീക്കോ പ്രദേശവും. അറബികൾ കേരള മാർക്കറ്റ് എന്ന് വിളിച്ചിരുന്ന ഇവിടം പഴയകാല പ്രവാസികളുടെ സംഗമവേദി കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. പുതുതലമുറയ്ക്ക് പ്രദേശം പരിചിതമല്ലാതാവുകയാണ്. അവശേഷിക്കുന്ന പ്രവാസി വ്യാപാരികളാകട്ടെ പലവിധ പ്രയാസത്തിലും പ്രതിസന്ധികളിലുമാണ്. ദമാമിലെ മുൻകാല പ്രവാസികൾക്ക് ഏറെ സുപരിചിതമായ ഒരിടമാണ് ദമാം സൂക്കും സീക്കോ ഏരിയയും. മാത്രവുമല്ല പഴയകാല പ്രവാസികളുടെ ഒരു സംഗമ വേദി കൂടിയായിരുന്നു ഇവിടം. ഈ സീക്കോ തെരുവിന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സീക്കോ തെരുവിൻ്റെ വിശേഷങ്ങളും അവിടെ ഉപജീവനമാർഗം തേടുന്ന പ്രവാസികളുടെ വിശേഷങ്ങളുമാണ് നാം അന്വേഷിക്കുന്നത്. പ്രവാസത്തിൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട് ദമാമിലെ ഈ പ്രദേശത്തിന്. പണ്ട് പായക്കപ്പലിലും ഉരുവിലുമായി കടൽ കടന്നവർ വിത്തുപാകി നട്ടുനനച്ച മണ്ണ്. കൈകൊടുത്ത് നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ച അറബികൾ അതിന് ഒരു പേരും നൽകി, സൂക്ക് കേരള. ആദ്യകാലങ്ങളിൽ നമ്മുടെ പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ത്യക്കാരായ മറ്റുള്ളവരെല്ലാം തന്നെ കേന്ദ്രീകരിച്ചിരുന്നത് ലീവ് ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ച് വരികയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നത് ഈ സീക്കോ പരിസരത്തായിരുന്നു. കാരണം അന്ന് കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് നമുക്കറിയാം എല്ലാവരും കത്തുകൾ കൊടുത്തയക്കുകയും പാർസൽ കൊടുത്തയക്കുകയും അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്ന ആളുടെ അടുത്ത് ഒരു അട്ടി കത്തുകളുണ്ടാവും, പിന്നെ പാർസലുകൾ, അതിനെല്ലാം എല്ലാവരും കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരുന്നത് ഈ ദമാം സീക്കോ പരിസരത്തായിരുന്നു. നാട്ടിലെ കവലകളെ അനുസ്മരിപ്പിക്കും വിധം വാരാന്ത്യങ്ങളിൽ മലയാളികളുടെ സംഗമ വേദി കൂടിയായിരുന്നു സീക്കോ. നാട്ടിലെ ജനന മരണ വാർത്തകൾ, കല്യാണം, രാഷ്ട്രീയ മാറ്റം തുടങ്ങി ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാതോർത്തിരുന്ന തെരുവ്. മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒത്തുകൂടാനും, ഇപ്പോൾ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് എല്ലാവർക്കും ഒത്തുകൂടാനും, ഒരു വെള്ളിയാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ആളുകൾ വരികയും ഇവിടെ ഒത്തുകൂടുകയും ഒന്നിച്ചൊരു ഭക്ഷണം കഴിച്ചൊരു ചായ കുടിച്ചൊക്കെ പിരിയുന്ന അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു സീക്കോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ പ്രവാസികൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അവധിക്ക് നാട്ടിലെത്തുന്ന പ്രവാസിയേക്കാൾ ബന്ധുക്കളും നാട്ടുകാരും കണ്ണുനട്ടിരുന്ന ഗൾഫുകാരൻ്റെ പെട്ടികളെ സമ്പന്നമാക്കിയതും ഇവിടെ നിന്നായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാളീസാണ് കൂടുതൽ കച്ചവടം ബിസിനസ്സും ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോകുന്ന പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ലുങ്കി, അങ്ങനത്തെ സാരി, അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഈ ഒരു മാർക്കറ്റിൽ വന്ന അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഈ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അതൊന്നും ഈ പുറത്തെ മാർക്കറ്റിലുള്ള ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഒരു വിഷയം. പ്രതാപം കുറഞ്ഞ മാർക്കറ്റിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭയും അധികൃതരും. മാർക്കറ്റിന്റെ പുനരുദ്ധാന പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരികയാണ് ഇപ്പോൾ. നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് വിപുലീകരണം.
ഇപ്പോൾ 11 വർഷമായി ദമാമിൽ വന്നിട്ട്. വന്ന ആ സമയത്തൊക്കെ നല്ല മാർക്കറ്റായിരുന്നു, നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ സമയത്ത് വെച്ചാൽ റോഡിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് കുറച്ച് കസ്റ്റമർ ഒക്കെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ഒന്നും കിട്ടാണ്ട് ഈ മാർക്കറ്റിൽ തിരിച്ചു പോകില്ല. എല്ലാ ഐറ്റംസും നമ്മൾ ഈ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. ഒരു ഫാമിലി ആയിട്ട് വന്നാൽ ഇപ്പം പാർക്കിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ അടുത്ത വർഷം ജനുവരി ചാലു ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. വ്യാപാരികളിൽ പലരും തലമുറ കൈമാറ്റത്തിലൂടെ ഇവിടെ തുടരുന്നവരാണ്. ചെറുപ്പം മുതലേ ഫാദറിൻ്റെ കൂടെ വന്നിട്ട് പിന്നെ എനിക്കറിയാൻ പറ്റും ഈ മാർക്കറ്റിൻ്റെ ഒരു സ്ഥിതി. പണ്ടൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിരുന്നതാണ്. അതേമാതിരി പ്രവാസി പട്ടിക, നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജിക് പ്രവാസികൾ നാട്ടിൽ കൊണ്ടുപോകുന്ന വെക്കേഷൻ ഐറ്റംസ് എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ശരിക്കും ആൾക്കാർക്ക് അറിയില്ല. ആ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ എന്താണ് അവരൊക്കെ കൊണ്ടുവന്നിരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതെല്ലാം മേടിക്കാൻ പറ്റും. പണ്ടത്തെ സീക്കോ എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ആളല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ വലിയ വലിയ കടകൾ വന്ന് ആളുകളെല്ലാം സ്പ്രെഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം പോയി. ഇപ്പോൾ കുറച്ച് കച്ചവടം കൊണ്ട് ചിലവിനുള്ള പൈസയുള്ള കാര്യങ്ങൾ നടക്കും, അത്ര തന്നെ ഉള്ളത്. അറിയത്തില്ല ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ള അവർക്ക് അറിയത്തില്ല. ഈ പഴയ ആൾക്കാർക്കാണെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. പുതിയ ആൾക്കാർക്കൊന്നും ഇത് അറിയാം. അവരെല്ലാം വലിയ വലിയ ഹൈപ്പറും സൂപ്പറുമായിട്ട് ഇങ്ങനെ അങ്ങ് മാറി പോവുകയാണ് ചെയ്യുന്നത്. ദമാമിൽ നിന്നും ബിജു പുതുക്കുളത്തിനൊപ്പം നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1. ദുബൈയിൽ നടക്കുന്ന ക്യാൻസർ ആൻഡ് ഓങ്കോളജി അന്താരാഷ്ട്ര കോൺഫറൻസിൽ മലയാളി ഗവേഷകയ്ക്ക് അംഗീകാരം. വായിലെ ക്യാൻസർ നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നവീന സംവിധാനത്തെക്കുറിച്ചുള്ള അവതരണത്തിനാണ് കോഴിക്കോട് സ്വദേശിനി ആഷിക ഷിറിന് അവാർഡ് ലഭിച്ചത്. മികച്ച അവതരണത്തിനുള്ള ബെസ്റ്റ് പോസ്റ്റർ അവാർഡാണ് ആഷിക നേടിയത്. ചെന്നൈയിലെ സവിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സയൻസിലെ ഗവേഷകയാണ് ആഷിക. 10ൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വിവിധതരം സെഷനുകളിലായിട്ടുള്ള 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അതിൽ പോസ്റ്റർ പ്രസന്റേഷനാണ് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓറൽ ക്യാൻസർ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ക്യാൻസറാണ് ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഓറൽ ക്യാൻസറിനെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ബയോസെൻസർ ഡെവലപ്മെൻ്റാണ് എൻ്റെ റിസർച്ച് വരുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുമര്യാദയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കണമെന്ന് കുവൈറ്റ് നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് നിർദ്ദേശിച്ചു. നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ സ്റ്റാൻഡപ്പ് കോമഡി പ്രൊമോട്ടർമാർക്കും സംഘാടകർക്കും കടുത്ത പിഴകൾ ഏർപ്പെടുത്തുമെന്ന് കൌൺസിൽ അറിയിച്ചു. ഷോ നിയമങ്ങൾ ലംഘിക്കുന്നത് ഗൌരവമായി കാണുമെന്നും ഇത്തരം ഷോകളിൽ സാമൂഹിക മൂല്യങ്ങളെയും ധാർമ്മികതയെയും ബഹുമാനിക്കുന്ന പ്രകടനങ്ങൾ ഉറപ്പാക്കാനാണ് നടപടിയെന്നും NCCAL അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുസാദ് അൽ സമ്പേൽ വ്യക്തമാക്കി. മലബാർ പ്രവാസി UAE കമ്മിറ്റി നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ് ഉദ്ഘാടനം ചെയ്തു. നോർക്ക പ്രതിനിധികളായ ബിജു വാസുദേവൻ, മിഥുൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. മൊയ്തു കുറ്റ്യാടി അധ്യക്ഷത വഹിച്ചു. ഒമാനിലെ റൂവി മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ RMA കേരളീയം പുരസ്കാരം 2025 പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് സലിം മുതുവമ്മലിന് സമ്മാനിച്ചു. അസോസിയേഷന്റെ ഓണാഘോഷവേദിയിലായിരുന്നു പുരസ്കാര സമർപ്പണം. പ്രശസ്ത സിനിമാ സീരിയൽ താരം അനീഷ് രവി സലിം മുതുവമ്മലിനെ പൊന്നാടയണിയിച്ചു. ഒമാനിലെ ഏറ്റവും ആകർഷകമായ ബീച്ചുകളിൽ ഒന്നാണ് ഖന്തം. പരമ്പരാഗത മത്സ്യബന്ധനത്തിന്റെ മനോഹാരിതയും ടൂറിസവും ഒരുമിച്ച് ചേരുന്ന മസ്കത്തിലെ തീരപ്രദേശം. പാറക്കെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഖന്തം ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിർബന്ധമായും എത്തുന്ന ഇടം കൂടിയാണ്. പഞ്ചാരമണലും നീലക്കടലും ബോട്ടിങ്ങും അങ്ങനെ മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് ഖന്തം. ഖന്തമിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമാണ്. വളഞ്ഞുപുളഞ്ഞ മലയോര പാതയിലൂടെയുള്ള ഡ്രൈവിംഗ്, കുത്തനെയുള്ള മല കയറും, പിന്നെ ഒരു ഇറക്കം. കാത്തിരിക്കുന്നത് മലയിടുക്കിനുള്ളിൽ ഒരു ബീച്ച്, പാറക്കെട്ടുകളും പച്ചകലർന്ന വെള്ളവും കൊണ്ട് ചുറ്റപ്പെട്ട ഖന്തം. മസ്കറ്റിലെ പ്രധാന ബീച്ചുകളിലൊരു ബീച്ചാണ് ഖന്ത ബീച്ച്. ഇവിടെ പ്രധാന മാർഗം ഇവരുടെ ഫിഷിങ്, അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ ബോട്ടിൽ
ബോട്ട് യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ചെറിയ ചെറിയ ദ്വീപ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിവിടുന്ന് ബോട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടുത്തെ കയാക്ക് കാര്യങ്ങൾ ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പരമ്പരാഗത മത്സ്യബന്ധന സമൂഹത്തിന്റെ മനോഹാരിത കൂടിയുണ്ട് ഈ ഗ്രാമത്തിൽ. കന്ദ ബീച്ച് വെറും ഒരു ഇടം മാത്രമല്ല, ഒമാന്റെ തീരദേശ സൗന്ദര്യത്തിലേക്ക് സഞ്ചാരികളെ ആഴ്ന്നിറങ്ങാൻ പാകത്തിൽ അനുഭവം സമ്മാനിക്കുന്നത് കൂടിയാണ്. പ്രധാന തീരത്തിനപ്പുറം സന്ദർശകരെ കാത്തിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഉൾക്കടലുകളുടെയും പാറക്കെട്ടുകളുടെയും ഒരു ശൃംഖലയാണ്. ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾ കന്ദബ് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം പാറക്കെട്ടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കടലുണ്ട് എന്നതാണ്. വിനോദസഞ്ചാരികളെ കാത്ത് ചെറുതും വലുതുമായ ബോട്ടുകൾ തീരത്തിങ്ങനെ നങ്കൂരമിട്ട് കിടപ്പുണ്ടാകും. പണം പറഞ്ഞുറപ്പിച്ചാൽ പിന്നെ തെളിഞ്ഞ വെള്ളത്തെ വകഞ്ഞുമാറ്റി സമുദ്ര കാഴ്ചകളിലേക്ക് ബോട്ട് കുതിക്കും. കന്ദബ് കൂടുതൽ അനുഭവിക്കാനാവുക ഈ ബോട്ട് യാത്രയിലാണ്. ഒമാൻ തണുത്തു തുടങ്ങുന്ന മാസങ്ങളിലാണ് കന്ദബിലേക്കും ബോട്ട് യാത്രക്കും പറ്റിയ സമയം. കന്ദബ് ബീച്ച് ഞങ്ങൾ വീക്കെൻഡിലൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഫാമിലി ആയിട്ട് കൂളായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ മെയിനായിട്ട് പറയുന്നത് ബീച്ചിൽ നമ്മളെ ടൂറിസത്തിൻ്റെ പാക്കേജായിട്ട് ഇവർ കൊടുക്കുന്ന ബോട്ടിംഗ് സവാരി, അത് നല്ല രസമാണ്. ഞാനൊക്കെ പോയിട്ടുണ്ട്. ഒരു തവണ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നും. പിന്നെ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. അധികം മലയാളീസ് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറ്. സൂര്യൻ മറഞ്ഞാൽ തീരം മറ്റൊരു അത്ഭുതം കാത്തുവച്ചിട്ടുണ്ടാകും. ഒഴുകി വരുന്ന തിരമാലകൾ നീല നിറത്തിൽ മിന്നിത്തുടങ്ങും. കടലിലെ ബാക്ടീരിയ, ഫംഗസ്, ആൽഗ പോലെയുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന കവരിന്റെ കാഴ്ചയാണത്. മീഡിയ 1 മസ്കത്ത്. സാഹോദര്യം എന്ന ആശയത്തിൽ ഓണോത്സവം സംഘടിപ്പിച്ച നടുമുറ്റം ഖത്തർ. അബൂഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പരിപാടി. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണോത്സവത്തിൽ അരങ്ങേറി. വിപുലമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അപ്പോൾ ചെറുതായ രീതിയിൽ നമ്മൾ തുടങ്ങിയ നമ്മളെ ഓണാഘോഷം ഇത്തവണ എന്നല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ട് വിപുലമായിട്ടാണ് നടത്തുന്നത്. 400ഓളം ആളുകൾ സദ്യയിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ ഇതിന് ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഓണക്കള മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പൂക്കളും പിന്നെ പുനരുപയോഗ വസ്തുക്കളും ചേർന്നുകൊണ്ടുള്ള ഒരു പൂക്കള മത്സരം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിക്കൊണ്ടുള്ള ഒരു മത്സരം. അതായിരുന്നു അടുത്തത്. ആദ്യം വെച്ചിട്ട് സാഹോദര്യം എന്ന വിഷയമായിരുന്നു തീം. പ്രവാസി സംഘടനാ നേതാക്കളായ റഷീദ് അഹമ്മദ്, നന്ദിനി അബ്ബഗൌണി, അഞ്ജന മേനോൻ, EP അബ്ദുറഹ്മാൻ, ചന്ദ്രമോഹനൻ, നജ്ല നജീബ്, ഫാത്തിമ തസ്നീം തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. അബുദാബിയിലെ റോഡുകൾ വൃത്തിയാക്കാൻ ഇനി ഡ്രൈവറില്ല വാഹനം. മനുഷ്യസഹായമില്ലാതെ തെരുവുകൾ വൃത്തിയാക്കാനും അണുവിമുക്തമാക്കാനുമാണ് റോബോ സ്വീപ്പർ ഉപയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അബുദാബി കോർണിഷിലെ തെരുവും പാതയോരങ്ങളും വൃത്തിയാക്കും. ദോഹ ICF എയർപോർട്ട് റീജിയണൽ കമ്മിറ്റി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ബ്ലഡ് ഡൊണേഷൻ സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തുമാമ റൌദ ക്ലബ് ഹൌസിൽ നടന്ന ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഖത്തർ മതകാര്യ വകുപ്പിന് കീഴിൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അലു മഹ്മൂദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാളി കുടുംബങ്ങൾക്കായി ഫാമിലി കോൺഫറൻസും ടീം സ്പേസും സംഘടിപ്പിക്കുന്നു. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ദോഹ ബിൻ സയ്യിദ് ഓഡിറ്റോറിയത്തിലാണ് ഫാമിലി കോൺഫറൻസ്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ജീവകാരുണ്യ ജനസേവന വിഭാഗമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം. ദോഹ അൽ ഖോർ നസീം അൽ റബി മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പിൽ നിരവധി പ്രവാസി തൊഴിലാളികൾ പങ്കെടുത്തു. കൺസൾട്ടേഷൻ, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കി. ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയൻ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലീഡ് ഓൺ കമ്മ്യൂണിറ്റി മീറ്റ് സംഘടിപ്പിച്ചു. ICC മുംബൈ ഹാളിലായിരുന്നു പരിപാടി. വിദ്യാഭ്യാസ പ്രവർത്തകൻ ഫിറോസ് PT മോഡറേറ്ററായിരുന്നു. അബീർ ഷാജി, സഫിറുസ് അസ്ലാം, അനീസ് അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദി ദമാം OICC വനിതാവേദി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണച്ചന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കുടുംബങ്ങളും പ്രവർത്തകരും പങ്കെടുത്തു. വനിതകൾക്കായി മലയാളി മംഗ ഫാഷൻ ഷോ മത്സരവും നടത്തി. സൗദിയിലെ യാംബൂവിൽ നടന്നുവന്നിരുന്ന റാസ് അംബീഷൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. HMR എവർഗ്രീൻ FC ജേതാക്കളായി.
പ്രവാസി വെൽഫെയർ ദമാം കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. മത്സരത്തിന്റെ മുന്നോടിയായി ട്രോഫി ലോഞ്ചിംഗും ഫിക്സ്ചർ റിലീസും സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ 12 ടീമുകൾ മത്സരിക്കും. ഹിജാബ് വിവാദം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം അൽഖോബാർ ഘടകം ആവശ്യപ്പെട്ടു. ദമാം ഫൈസലിയയിൽ സംഘടിപ്പിച്ച ഉണർവ് യുവജനോത്സവ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ബഹ്റൈനിൽ നടക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 ഇന്ത്യ പാകിസ്ഥാൻ കബഡി മത്സരത്തിനിടെ കൈ കൊടുക്കാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ. കളി തുടങ്ങുന്നതിന് മുന്നോടിയായി റഫറിയുടെ സാന്നിധ്യത്തിൽ നടന്ന ടോസിനിടെ പാകിസ്ഥാൻ ടീം ക്യാപ്റ്റൻ കൈ നീട്ടിയെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ അത് ഒഴിവാക്കുകയായിരുന്നു. വാശിയേറിയ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ യുവ ടീം വിജയം സ്വന്തമാക്കി. ബഹ്റൈൻ ആതിഥ്യമരുളുന്ന 3ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 31 വരെ രാജ്യത്ത് നടക്കുന്ന ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ചയാണ് നടക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ച 222 കായിക താരങ്ങൾ ഇത്തവണ ഗെയിംസിൽ പങ്കെടുക്കും. രാജ്യങ്ങൾ, 4300-ലധികം യുവ അത്ലറ്റുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവ കായിക താരങ്ങൾ മത്സരിക്കാനെത്തുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ബഹ്റൈൻ പൂർണ്ണ സജ്ജമായി. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച നടക്കാനിരിക്കെ അന്താരാഷ്ട്ര കായികമേളക്കായി വൻ തയ്യാറെടുപ്പുകളാണ് രാജ്യത്ത് നടന്നത്. ലോജിസ്റ്റിക്സ്, ടീം മാനേജ്മെന്റ്, രാജ്യാന്തര ഏകോപനം തുടങ്ങിയ എല്ലാ മുന്നൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, വോളിബോൾ, സൈക്ലിംഗ്, ഹാൻഡ്ബാൾ, തൈക്കോണ്ടോ, ഗുസ്തി തുടങ്ങി 26 ഇനങ്ങളിലായി 2000-ഓളം മെഡലുകൾക്കായി താരങ്ങൾ മാറ്റുരക്കും. പ്രധാന വേദിയായ ഈസ സ്പോർട്സ് സിറ്റിയിലാണ് അത്ലറ്റിക്സ്, വോളിബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ നടക്കുക. വിവിധ മത്സര ഇനങ്ങൾക്ക് എക്സിബിഷൻ വേൾഡും വേദിയാകും. ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇൻഡോർ ഉദ്ഘാടന ചടങ്ങും ബുധനാഴ്ച എക്സിബിഷൻ വേൾഡിൽ നടക്കും. ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിലാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ. ഉദ്ഘാടന ചടങ്ങ് ബുധനാഴ്ചയാണെങ്കിലും ആൺകുട്ടികളുടെ ഹാൻഡ്ബോൾ, വോളിബോൾ, കബഡി തുടങ്ങിയ നിരവധി മത്സരങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഗെയിംസിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേതൃത്വം നൽകുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സൗദിയിലെ റിയാദിലും നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലുമുള്ള വയനാട് ജില്ലക്കാരുടെ കൂട്ടായ്മയായ വയനാട് പ്രവാസി അസോസിയേഷൻ നിലവിൽ വന്നു. മലസിൽ ചേർന്ന പൊതുയോഗത്തിൽ അസോസിയേഷന്റെ പ്രഥമ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞി മുഹമ്മദ് തലപ്പുഴയാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി വർഗീസ് പൂക്കോളയും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാസികളുടെ പുനരധിവാസവും ക്ഷേമവും ലക്ഷ്യം വെച്ചാകും സംഘടനാ പ്രവർത്തനമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരവാഹികൾ പറഞ്ഞു. സലാലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഐൻ ഗർസീസിൽ സന്ദർശിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചാവക്കാട് സ്വദേശി മുങ്ങി മരിച്ചു. തളിക്കുളം സ്വദേശി പൂക്കലത്ത് ഹാഷിമാണ് മരിച്ചത്. സലാലയിലെ ആദ്യകാല പ്രവാസികളിൽ ഒരാളായ അൽഹഖ് അബ്ദുൽ ഖാദറിന്റെ മകനാണ്.